ഹേ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലെ പൂച്ചകളുടെ ഒരു സ്റ്റോറി പറയാൻ വിചാരിച്ചിട്ടോ. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എനിക്ക് ഇത് പറയണോ വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ. ഇത് അമ്മയും മക്കളൊക്കെയാണ് കേട്ടോ. കസാരയിൽ ഇരിക്കണത് ഒരാൾ, ഇത് ഒപ്പം കിടക്കണ ആള്, പിന്നെ ഇതാ ചെറുത് കുറിഞ്ഞി കണ്ടില്ല, കൂടപ്പിറപ്പിനോട് തല്ലുകൂടാണ്, അമ്മനോടും കൂടപ്പിറപ്പിനോടൊക്കെ തല്ലുകൂടി കളിക്കാൻ കേട്ടോ. ആൾ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. കാരണം അടിച്ച് ഫുഡൊക്കെ കൊടുത്താൽ മറ്റുള്ളവരൊക്കെ അടിച്ചിട്ട് വടിച്ച് എന്താ പറയുക, മേടിച്ച് കഴിക്കുകയെന്ന് പറയില്ല, തല്ലിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ എപ്പോൾ ഭക്ഷണം കൊടുത്താലും ഇവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അവിടെയുള്ള എല്ലാ പൂച്ചകളും വന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ ഇയാൾ നല്ല കുസൃതി പറഞ്ഞാൽ എന്താ പറയുക, കളിയും ചെറിയും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ രസമായി വരുമ്പോഴാണ് കേട്ടോ നമുക്കൊരു ഭയങ്കര വിഷമമായ കാര്യം വന്നത്. രാവിലെ ഉണ്ടായിരുന്നു ആള് വീട്ടിൽ, പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആളെ കാണാനില്ല. അങ്ങനെ ഞാൻ 2 ദിവസം നോക്കിയിട്ടോ. അതിൻ്റെ ഇടയിൽ എവിടുന്നാന്ന് അറിയില്ല വേറൊരു പൂച്ചക്കുട്ടി വന്നു. അപ്പോൾ അയാളുമായിട്ട് ഒരു അംഗം വെട്ടാളെ ഇരിക്കലാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്ത്. നമ്മുടെ വീട്ടിലെ തള്ളപ്പൂച്ചല്ലേ എപ്പോഴും പുറത്ത് പോയി പ്രസവിച്ച് കുട്ടിയൊക്കെ ഒന്ന് പോന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ നേരെ വരെ നമ്മളിത് കാണും കേട്ടോ. അങ്ങനെ ഇതാ ഒരാളുടെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കണ ഇരിപ്പാണ് കേട്ടോ. അപ്പോഴാണ് ഇതാ ഏതോ ഒരു പൂച്ചക്കുട്ടി എവിടുന്നോ വന്നിക്കണു. എവിടെ ഉണ്ടെങ്കിലും പൂച്ചകളാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉമ്മർത്താട്ട് ആദ്യം വരിക. അത് എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് ഉണ്ടാവും എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 ദിവസമായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടിനെ കാണാനായിട്ട് നോക്കിയപ്പോൾ അതെവിടെ മരിച്ച് കിടക്കണം കേട്ടോ, ഒരു തൊടിയിൽ. ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. അതിൻ്റെ ആ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ നമ്മുടെ തള്ളപ്പൂച്ച. ഭയങ്കര വിഷമത്തിലായിരുന്നു. തള്ളപ്പൂച്ച മാത്രമല്ല, അവരുടെ കൂടപ്പിറപ്പുകളും ഭയങ്കര എന്തോ മാതിരിയായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. 3-ന്റെ അന്ന് വീണ്ടും വേറൊരു പൂച്ചക്കുട്ടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്നത്. അത് വന്നിരുന്ന് കരയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കറിയില്ല അത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും നമ്മുടെ ലില്ലിപ്പൂച്ച, വലിയ പൂച്ചയുടെ കുട്ടി മരണപ്പെട്ടതല്ലേ, അപ്പോൾ അതിന് പാലുണ്ടാവും, ആ പാല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ലില്ലിപ്പൂച്ചനെ അവിടെ കടത്തിയിട്ട് ചെറിയ വന്ന പൂച്ചക്കുട്ടീനെ പാല് കൊടുക്കാനിരുത്തി. പക്ഷെ ലില്ലിപ്പൂച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള പൂച്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പൂച്ചക്കുട്ടീനെ ചേർത്ത് പിടിച്ച് പാല് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇതാണിപ്പോൾ ആ പൂച്ചക്കുട്ടി പോയപ്പോഴും അതിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ആ ടെൻഷൻ ഈ ഒരു പൂച്ചക്കുട്ടിയിലൂടെ മാറിയെന്നതുകൊണ്ട്, കാരണം അത്രയും സ്നേഹത്തോടെ തന്നെയാണ് കേട്ടോ. നക്കി തോർത്തിയിട്ടും ഉമ്മ വെച്ചിട്ടും പാല് കൊടുത്തിട്ടും ആകെ ഇതാ കണ്ടില്ല, എത്ര പെട്ടെന്ന് അവർ കൂട്ടയച്ചിട്ട കൂടപ്പിറപ്പുകളും പൂച്ചക്കുട്ടികളും എല്ലാവരും കൂടി സെറ്റായിട്ടോ. പക്ഷെ അതിനിടയിലിട്ട് ആദ്യം പ്രസവിച്ച കുട്ടി അതാ കണ്ടില്ല, ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് വരുന്നത്, അതിനിപ്പോഴും പാല് കൂടി മാറിയിട്ടില്ല. കാരണം അതെപ്പോൾ ആ തള്ളപ്പൂച്ചയുടെ കിടന്നാലും കയറിപ്പോയിട്ട് ഇതുപോലെ പാല് കുടിക്കും കേട്ടോ. അതിനെപ്പോഴും അതുപോലെ ചെറിയ പൂച്ചക്കുട്ടി പാല് കുടിക്കുമ്പോൾ ഭയങ്കര അസൂയാണ് കേട്ടോ. കാരണം ഇടയിൽ കയറിയിട്ട് ഉന്തി തള്ളി തിരക്കിയിട്ട് കയറിയിട്ട് പാല് കുടിക്കണം. അപ്പോൾ അതൊക്കെ ഒരു രസമാണ്. പക്ഷേ ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ ആ മറ്റേ പൂച്ചക്കുട്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പിന്നെ നല്ല ഇണങ്ങി വരികയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവർ ഭയങ്കര സെറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ പൂച്ചക്കുട്ടികളും പെട്ടെന്ന് വന്ന് ആ ഒരു ചെറിയ കുഞ്ഞി കൂടപ്പുറപ്പ് പൂച്ചക്കുട്ടിയും ഇവർ എല്ലാവരും കൂടി ഇപ്പോൾ വേറെ വല്ല പൂച്ചകളാണെങ്കിൽ അവരെ അടിച്ചിട്ടും കടിച്ചിട്ടും കൊന്നിട്ടൊക്കെ അങ്ങനെ അവർക്കൊരു ഇതുണ്ടാവും. പക്ഷെ ഇവർക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ഭയങ്കര എന്താ പറയുക, കണ്ട മറ്റേ പൂച്ചയുടെ അതേ സ്നേഹം തന്നെ ആ കുട്ടിക്ക് കൊടുത്ത അതേ സ്നേഹം തന്നെ ഈ ഒരു പെട്ടെന്ന് വന്ന് കയറി ഈ ഒരു പൂച്ചക്കുട്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എന്നാൽ അവർ അത്രയും സങ്കടത്തിലിരിക്കുന്ന ടൈമിൽ എനിക്കറിയില്ല എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ ഇങ്ങനെ എവിടുന്നേലും വരുന്ന പൂച്ചകളോ അല്ലെങ്കിൽ നായ്ക്കുട്ടികളോ എവിടുന്നേലും വരുന്നതാണെങ്കിലും ആദ്യം ഞങ്ങളുടെ ഉമ്മർത്ത് എത്തും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അധികം തൊടൊന്നുമില്ല, ഉള്ളിൽ കയറ്റി അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ വേസ്റ്റ് ചെയ്യണ ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ ആണോ ഇതാണോന്നൊന്നും അറിയില്ല, മറ്റുള്ളവർക്ക് എങ്ങനെ അത് അവരായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ വേസ്റ്റ് ആക്കണ ഫുഡിൻ്റെ ഫുഡുകളല്ലേ, അത് ഈ മിണ്ടാപ്രാണികൾക്ക് കൊടുത്ത് അവർക്ക് ഒരു നേരത്തെ ഫുഡ് ആയില്ലെന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്ത് സ്നേഹത്തോടുക്കണം. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ നിൽക്കുന്ന പൂച്ചക്കുട്ടികളാണ് കേട്ടോ. അത് കുറേ വർഷങ്ങളായി, ഇപ്പോൾ 4-5 വർഷമായിട്ട് ഈ പൂച്ചക്കുട്ടികളൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ എന്താ അവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് 4 പുറമുള്ള പൂച്ചക്കുട്ടികളൊക്കെ വരും കേട്ടോ. അപ്പോൾ കണ്ട് ഈ കറമ്പും പൂച്ചക്കുട്ടി വന്നിട്ട് കണ്ടില്ല, പുതിയ അതിഥിനെ ഒന്ന് മണത്ത് സ്മെല്ലൊക്കെ ഒന്ന് നോക്കണുണ്ട് കേട്ടോ. ഏതപ്പോൾ ഈ ഐറ്റം നോക്കിയിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. കുറേ ദിവസം ഇവിടെ വേറൊരു പൂച്ചക്കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോൾ എല്ലാ പൂച്ചക്കുട്ടികളും ഇയാൾ ആരാന്ന് വിചാരിച്ചിട്ടുള്ള നോട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളെ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ അടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ടും ഇങ്ങനെ കയ്യിൽ ചേർത്ത് അങ്ങനെയല്ല, അങ്ങനെ ഭക്ഷണം കൊടുക്കാനും. പിന്നെ ഞാൻ വെള്ളം കൊണ്ടുവരുമ്പോൾ പിന്നാലെ വരും. അത് കുറേ കേട്ടോ. ഞാൻ എപ്പോൾ വെള്ളത്തിന് പോകുമ്പോഴും പിന്നാലെ വരും. കുളിക്കാൻ പോകുമ്പോൾ ബാത്റൂമിൻ്റെ ഫ്രണ്ട് കുളി കഴിയണവരെ കാത്തു നിൽക്കും, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാ. അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് നല്ല മഴയും കൊണ്ടിട്ട് എല്ലാവരും കൂടി കൂട്ടത്തോടക്കനെ കിടക്കാൻ കേട്ടോ. എന്ത് രസം കാണാൻ ചിട്ടാ, കുറിഞ്ഞൊക്കെ ഇടയിൽ കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ പൂച്ചക്കഥ വിശേഷങ്ങൾ. അപ്പം എന്തായാലും ഇഷ്ടമായി, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ.